ക്വാറി ഉടമയിൽ നിന്നും 22 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിയ കേസിൽ ഒളിവിൽ പോയ മുൻ പുതുക്കാട് എസ്എച്ച്ഒയും വളാഞ്ചേരി സിഐയുമായ UH സുനിൽദാസിനെതിരെ തൃശൂർ പോലീസ് കംപ്ലയിന്റ് അതോറിറ്റിയിലും സമാന സ്വഭാവമുള്ള പരാതി. ക്വാറി ഉടമയ്ക്ക് വേണ്ടി ഗുണ്ടകൾ പരിസ്ഥിതി പ്രവർത്തകനെ ആക്രമിച്ചപ്പോൾ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതിന് പകരം പരിസ്ഥിതി പ്രവർത്തകനെ പ്രതിയാക്കി കേസെടുത്തെന്നാണ് പരാതി. സ്ഥിരം ക്രിമിനലുകളെ വിചാരണ കൂടാതെ ജയിലിലടയ്ക്കാൻ ചുമത്തുന്ന CRPC 107 നിയമം പരിസ്ഥിതി പ്രവർത്തകനെതിരെ പ്രയോഗിക്കാനും CI ശ്രമിച്ചു. ശാസ്ത്ര സാഹിത്യ പ്രവർത്തകനായ ഷിനോഷാണ് സുനിൽദാസിനെതിരെ പരാതി നൽകിയത്. കഴിഞ്ഞ ഡിസംബറിൽ സുനിൽദാസ് പുതുക്കാട് SHO ആയിരുന്ന സമയത്ത് ചെങ്ങാലൂരിലെ ക്വാറിക്ക് സമീപം സംഘർഷമുണ്ടായി. സ്റ്റോപ്പ് മെമ്മോ ലംഘിച്ച് പ്രവർത്തിച്ചിരുന്ന ക്വാറിയിലേക്ക് പോയ ലോറി പാറമടക്കുളത്തിലേക്ക് മറിഞ്ഞപ്പോൾ ഉയർത്തുവാൻ ശ്രമിക്കുകയായിരുന്നു ക്വാറി ഉടമയും കൂട്ടാളികളും. കുളത്തിന്റെ മറുകരയിൽ നിന്നും ദൃശ്യം പകർത്താൻ ശ്രമിച്ച ഷിനോഷിനെ 4 അംഗ സംഘം ആക്രമിച്ചു. പോലീസ് സ്ഥലത്തുണ്ടായിട്ടും ഇടപെട്ടില്ലെന്നും പരാതിയുണ്ട്. ഷിനോഷിന്റെ മൊഴിയെടുക്കാനോ ഗുണ്ടകളെ അറസ്റ്റ് ചെയ്യാനോ പോലീസ് തയ്യാറായില്ല. ക്വാറി ഉടമയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അന്ന് തന്നെ ഷിനോഷിനെ പ്രതിയാക്കി കേസെടുത്തു. CRPC 107 വകുപ്പ് പ്രകാരം സമർപ്പിക്കാറുള്ള റിപ്പോർട്ട് ഷിനോഷിനെതിരെ സുനിൽദാസ് കോടതിയിൽ നൽകി. ഇതോടെയാണ് പരാതിക്കാരൻ കംപ്ലയിന്റ് അതോറിറ്റിയെ സമീപിച്ചത്. അടുത്ത മാസം 5-ന് സുനിൽദാസിനോട് ഹാജരാകാൻ അതോറിറ്റി നിർദ്ദേശിച്ചിട്ടുണ്ട്.